അടുക്കള ആൻഡ് ബ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഏട്ടൻ നെത്തോലി മീനാണ് കിട്ടിയിരിക്കുന്നത്, വലിയ നെത്തോലി എന്ന് പറയും. അപ്പോൾ അത് വെട്ടി വൃത്തിയാക്കി കൊണ്ടുവന്ന് അച്ചാറിടാനാണ്. അത് വെട്ടി എല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് മുള്ള് ഊരുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. മുള്ള് ഊരിയിട്ട് നമുക്കത് അച്ചാറിടാം. എല്ലാം നല്ല വെട്ടി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാം നമുക്ക് മുള്ള് ഊരിയെടുക്കാം. ഇതിങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് വേണ്ടേ ഇങ്ങനെ എല്ലാം മുള്ളങ്ങ് ഊരിയെടുക്കാം. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വലിച്ചാൽ മതി. തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ എന്നിട്ടിത് ഒന്നുകൂടെ കഴുകി ഒന്ന് രണ്ടും കൂടെ കഴുകി വൃത്തിയാക്കി എടുക്കണം. മുള്ള് ഊരിയിട്ട് അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ മുള്ള് ഊരിയെടുക്കാം. നമുക്കിപ്പോൾ പീര വെക്കുമ്പോഴായാലും വറക്കുമ്പോഴായാലും ഒക്കെ ഇങ്ങനെ മുള്ള് ഊരിയിട്ട് വറുത്താൽ നല്ലതാണ്. എല്ലാം ഇതുവരെ ഊരിയിട്ട് കാണിക്കാം. അതെല്ലാം വെട്ടി വൃത്തിയാക്കി മുള്ളൊക്കെ ഊരി കൊണ്ടുവന്നിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് രണ്ടായിട്ട് എല്ലാം ഒന്ന് മുറിച്ചിട്ടുണ്ട്. വലുതായതുകൊണ്ട് എല്ലാം ഒന്ന് രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ടിട്ട് ഒന്ന് പുരട്ടി വെക്കാം. ബാക്കി പൊടിയെല്ലാം നമുക്ക് അച്ചാറിടുമ്പോൾ ഇടാം. ഇതൊരു 10 മിനിറ്റ് നേരം ഇരിക്കട്ടെ ഇതെല്ലാം. എന്നിട്ട് വറുത്തെടുക്കാം. എന്നിട്ട് നമുക്കിതിനാവശ്യമുള്ള ഞാൻ കായം എടുത്തിട്ടുണ്ട്. കായം ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒന്ന് വറുത്ത് പൊടിക്കണം. പിന്നെ 1 സ്പൂണ് ഉലുവയും 1 സ്പൂണ് കടുകും കൂടെ ഒന്ന് വറുത്തൊന്ന് പൊടിച്ചെടുത്ത് വെക്കാം. ഇത് 3 കൂടെ എന്നിട്ട് നമുക്ക് കാണിക്കാം. മീൻ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട് പുരട്ടി വെച്ചിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് 1 സ്പൂണ് ഉലുവയും 1 സ്പൂണ് കടുകും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അങ്ങ് പൊടിഞ്ഞ് പോയിട്ടില്ല, ആ രീതി വെച്ചിട്ടുണ്ട്. ഇത് കായം കുറച്ചെടുത്ത് അതും വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം മീൻ വറുത്ത് എടുക്കാം. അതിന് പാൻ വെച്ച് ഗ്യാസ് കത്തിച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് മീനിട്ട് നമുക്ക് വറുത്തെടുക്കാം. രണ്ട് പ്രാവശ്യമായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യമായിട്ട് എടുക്കാം. അപ്പോൾ നല്ലതുപോലെ വറുത്തെടുക്കാം. അച്ചാറിനാകുമ്പോൾ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. ഇടയ്ക്ക് ഇത്തിരി കറിവേപ്പില ഇട്ടാലും നല്ല മണമാണ്. ആദ്യത്തെ നമ്മൾ വറുത്ത് കോരിയായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ നില അതുപോലെ തന്നെ വറുത്ത് കോരാം. നല്ലപോലെ മൂത്തിട്ടുണ്ട്, അത് കോരിയെടുക്കാം. എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്കത് അച്ചാറിടാം. ഇതിന് മാറ്റാം. നമുക്ക് ഈ പാത്രത്തിലോട്ട് തന്നെ അച്ചാറിടാം.
ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. നല്ലെണ്ണയ്ക്കകത്തിടാം. രണ്ട് 3 സ്പൂണ് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ചൂടായി വരണം. നല്ലപോലെ ചൂടായിട്ട് കടുകിടാം, അല്ലെങ്കിൽ പിന്നെ അത് പൊട്ടി വരത്തില്ല. എണ്ണ ചൂടായി കടുക് ഇടുന്നത് തൊട്ടുള്ള വീഡിയോ കട്ടായി പോയായിരുന്നു. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഞാൻ കടുകിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവയും ഇട്ട് അത് പൊട്ടി കഴിയുമ്പോൾ 2-3 പച്ചമുളക് ഇട്ട് മുറിച്ചിട്ട് അതും ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു കപ്പ് വെളുത്തുള്ളി അത് ചെറുതായിട്ട് 2-3 വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 2-3 കീറിയിട്ട് അതിട്ട് അതിനകത്ത് തന്നെ നല്ല ഇതിന് 3/4 കപ്പോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് കാന്താരി മുളക് എടുത്തേക്കുന്നത് അതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ പൊട്ടിത്തെറിക്കും. അതിന് വേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ചത്. അപ്പോൾ ആ കാന്താരിയെ കൊണ്ട് കൊടുക്കാം. അതിലോട്ട് തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വറക്കാം. കാന്താരി അല്ലാതെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതെല്ലാം പൊട്ടിത്തെറിക്കും. ഇതാകുമ്പോൾ ഒന്ന് കത്തി വെച്ച് ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാക്കി അത് പൊട്ടിത്തെറിക്കത്തില്ല. അപ്പോൾ നമ്മൾ മീനെല്ലാം ഉപ്പിട്ടായിരുന്നു പുരട്ടി വെച്ചത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിടാം. മീനെ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പുരട്ടിയായിരുന്നു. എന്നാലും ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം. ഇത് കാശ്മീരി ചെറിയ വലിയ എരിവില്ല. മീനേലും പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു 3, 4, 5, 6 സ്പൂണ് മുളക് പൊടി ഇട്ടേക്കുള്ളൂ. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വെക്കാം. അതിൻ്റെ പച്ചമുളകൊക്കെ അത് മാറിയൊന്ന് മൂത്ത് വെക്കാം. ഇതിലോട്ട് തന്നെ നമുക്ക് കായം വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും അങ്ങോട്ട് കൊടുക്കാം. ഇതിൻ്റെ എല്ലാ പച്ചമണം ഒന്ന് മാറി വെക്കാം. മുളക് പൊടിയുടെ മഞ്ഞൾപ്പൊടിയുടെ എല്ലാം തീ കുറച്ച് വെച്ചേക്കുക. കാരണം അതിൻ്റെ പൊടികൾ പെട്ടെന്ന് അങ്ങ് മൂത്ത് പോകും. അത് നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. മീനല്ലേ, അപ്പോൾ അതിൻ്റെ അനുസരിച്ച് പുളിക്ക് ആവശ്യമുള്ള വിനീഗർ ഒഴിച്ച് കൊടുക്കാം. അത് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടായി. ഇതിലോട്ട് നമുക്കിനി പുളി പിന്നെയും വേണമെങ്കിൽ വിനീഗർ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീനിടാം. ഇട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
ഈ സമയത്ത് നമുക്ക് ആദ്യം നമ്മൾ ഉലുവയും കടുകും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി കറിവേപ്പിലയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഓയിലൊക്കെ കുറച്ചാണ് എടുത്തേക്കുന്നത്, കുറച്ചുകൂടെ വേണമെങ്കിൽ നല്ലെണ്ണ ഒഴിക്കാം. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. പുളി നോക്കിയിട്ട് വിനീഗർ വേണമെങ്കിൽ ഈ സമയത്ത് ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം.